25 നമ്മുടെ എസ് കെക്ക് ഒരു തേപ്പ് മാത്രമല്ല, ഒരുപാട് പേരുടെ പ്രാക്ക് വിജയ് ഫാൻ തമിഴ്നാട്ടിലടക്കം വൻ പ്രാക്കും പ്രശ്നങ്ങളും അടിയും എല്ലാം ഉണ്ടായിട്ടിരുന്നതാണ്. കാരണം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യേണ്ട പടത്തിനെ കൊണ്ടാണ് ഇത്രയും ഒരു പാർട്ടിക്കാരന്മാർ കാരണം നശിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം ഇവിടെ ടൈറ്റിൽ പോലും ഇട്ടിട്ടില്ല, ശിവാർത്തിൻ്റെ 25 ടൈറ്റിൽ ഇവിടെ ഇട്ടിട്ടില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത്. ദുൽഖർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പടം 8 നല്ല തന്നെയാണെന്ന് വീണ്ടും അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തക് ലൈഫ്, ഇന്ത്യൻ 2 ഇപ്പം ഈ പടം. പക്ഷേ അത് രണ്ട് വെച്ച് നോക്കുമ്പോൾ ഈ പടം മോശമൊന്നുമല്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ഏറ്റവും വലിയ പോരായ്മ മിസ്കാസ്റ്റ് തന്നെയാണ്. നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. എനിക്കൊന്ന് എല്ലാവരും ഈ സൂറ റിപ്പോർട്ടിൻ്റെ ആ ഒരു ഇത് വെച്ച് കാണുന്നുണ്ടായിരിക്കും, അതൊരു 1 പീസാണ്, അതിൻ്റെ ഇത് വെച്ച് നോക്കുന്നുണ്ടായിരിക്കും. മൂവി ഈസ് ഗുഡ്. എനിക്ക് പേഴ്സണലി വർക്കായി. എല്ലാവർക്കും അത് വർക്ക് ആവണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. പിന്നെ ഒരു പഴയ കാലഘട്ടത്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്, അപ്പോൾ ആ ഒരു കാലഘട്ടവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു സെൻസിറ്റീവ് ഒരു ഇഷ്യൂ ആണിത്. ദുൽഖർ, നസ്രിയ, സൂര്യ നടിപ്പിൻ നായകനിൽ നിന്ന് ശിവകാർത്തിയിലോട്ട് പോകുമ്പോഴത്തേക്കും എത്രത്തോളം പരിമിതികളുണ്ടെന്ന് സുധ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂര്യ വെച്ചെടുത്ത് കുറേ സീനുകളും ശിവകാർത്തിയിലോട്ട് വന്നപ്പോഴത്തേക്ക് പറ്റിയിട്ടില്ല, അങ്ങനെ കുറേ മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് സുധ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കലും നടിപ്പിൻ നായകനിൽ നിന്ന് ഇതിലോട്ട് പോകാൻ പറ്റൂല. പടത്തിൽ ഏറ്റവും വലിയ പോരായ്മ മിസ്കാസ്റ്റ് തന്നെയാണ്. നല്ല മേക്കിംഗ് ആയിരുന്നു, ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ വരുന്നത് എൻ്റെ സ്ഥലം പൊള്ളാച്ചിയിൽ നിന്നാണ്. അപ്പോൾ ആ സ്ഥലത്തിൽ നടക്കുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട്. 1965 ഇങ്ങനെ 100-200 പേരിനെ കൊല്ലപ്പെട്ടു, അതിൽ ഫുൾ എല്ലാം കാണിച്ചിട്ടുണ്ട്. വലിയ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നടന്നൊരു ഇഷ്യൂ ആണ്. പെർഫോമൻസ് വൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് എല്ലാവരും. ഇപ്പം ശിവകാർത്തികേൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ രവി മോഹൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ ബേസിലിൻ്റെ എൻട്രി അത് നല്ലൊരു ഇമ്പാക്റ്റ് തന്ന സീനായിരുന്നു. പുള്ളി അത്രയും ഒരു ഇമ്പാക്റ്റ് സീനായിരുന്നു അത്. പടം വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു മിസ്കാസ്റ്റാണ് മൊത്തം. ദുൽഖർ, സൂര്യ, നസ്രിയ ഇവർ 3 പേരിൽ നിന്ന് മാറിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് പടം പോയത്. കാരണം വെച്ചാൽ 2.5 മണിക്കൂർ ലാഗാണ്. ക്ലാസ് ആയിട്ടാണ് പടം പോയിരിക്കുന്നത്. നടന്മാർ മിസ്കാസ്റ്റ് മാറ്റിയിരുന്നെങ്കിൽ അല്പം കൂടെ കത്താനുള്ള എല്ലാ കണ്ടന്റും അതിനകത്തുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനെ എഡ്യൂക്കേഷൻ എന്താ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഒരു 10% ഇതിലുണ്ട്. പക്ഷേ ഇതിനേക്കാളും ഫുള്ള് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ആർട്ടിക്കിൾസൊക്കെ വായിക്കണം. ആ സിനിമയിൽ ക്ലൈമാക്സ് സീനിൽ പിന്നെ ഇൻ്റർവെൽ പഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലൈമാക്സ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു ലാഗ് മീൻസില്ല, അതൊരു കുറച്ച് വലിച്ച് നീട്ടി പറഞ്ഞു. അതിൻ്റെ ഇടയിൽ റൊമാൻസ് കുറച്ച് വലിച്ച് നീട്ടിപ്പോയി ഇവർ. അതൊന്ന് കുറച്ചിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നെന്ന് തോന്നി എനിക്ക്. 25 നമ്മുടെ എസ് കെക്ക് ഒരു തേപ്പ് മാത്രമല്ല, ഒരുപാട് പേരുടെ പ്രാക്ക് വിജയ് ഫാൻ തമിഴ്നാട്ടിലടക്കം വൻ പ്രാക്കും പ്രശ്നങ്ങളും അടിയും എല്ലാം ഉണ്ടായിട്ടിരുന്നതാണ്. കാരണം ഇത് 25 പടമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട പടത്തിനെ കൊണ്ടാണ് ഇത്രയും ഒരു പാർട്ടിക്കാരന്മാർ കാരണം നശിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അത് ശിവാർത്തിൻ്റെ ഒരു ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. കാരണം ഇവിടെ ടൈറ്റിൽ പോലും ഇട്ടിട്ടില്ല, ശിവാർത്തിൻ്റെ 25 ടൈറ്റിൽ ഇവിടെ ഇട്ടിട്ടില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം ശിവകാർത്തിന് ഭയങ്കര നഷ്ടം. കാരണം ശിവകാർത്തി തന്നെ പറഞ്ഞു അണ്ണൻ തമ്പി പൊങ്കലാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശിവകാർത്തിനെ ഇപ്പോൾ എല്ലാവരും എതിർക്കുന്നത്. ശിവകാർത്തിയിലൊന്നും ചെയ്തിട്ടില്ല, അതാരും മനസ്സിലാക്കില്ല. വിജയ് ഫാൻസ് ചിലവർക്കറിയായിരിക്കാം,